ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡാറ്റീവ് കേഴ്സിനെ കുറിച്ചാണ്. അതായത് A1 ലെവലിലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാമർ പോർഷനിൽ ഒന്നാണ് ഡാറ്റീവ് കേഴ്സ്. സെൻറ്റൻസ് സ്ട്രക്ചർ ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ ഡാറ്റീവ് കേഴ്സ് പറയും. അപ്പം ഡാറ്റീവ് കേഴ്സ് എന്താണെന്ന് നോക്കാം. ഒരു സെൻറ്റൻസിൽ ആർക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഡാറ്റീവ്. അതായത് ഡാറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ആർക്കു വേണ്ടി. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് വെം, ആർക്കു വേണ്ടി എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പം എങ്ങനെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഡാറ്റീവ്, അക്യുസാറ്റീവ്. ഡാറ്റീവ്, അക്യുസാറ്റീവ് എന്ന് ഇവിടെ പറയുന്നത് ഡാറ്റീവിനെ നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെന്നറിയാം. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഡാറ്റീവ് എന്ന് പറയുന്നത്. അക്യുസാറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മറിയ കൗഫ്റ്റ് ദെൻ ഷോൺ ഐനൻ കമ്പ്യൂട്ടർ. മരിയയുടെ സണ്ണിന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അപ്പം ആര് വാങ്ങി? മരിയ വാങ്ങി. അപ്പം മരിയ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൊമിനാറ്റീവ്. എന്തു വാങ്ങി? ഐനൻ കമ്പ്യൂട്ടർ. ഐനൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. മരിയ വാങ്ങിച്ചു. എന്താ വാങ്ങിച്ചേ? കമ്പ്യൂട്ടർ. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അക്യുസാറ്റീവാണ്. ആർക്ക് വേണ്ടി വാങ്ങിച്ച്? മരിയയുടെ സണ്ണിന്. മരിയയുടെ സണ്ണെന്ന് പറയുമ്പം അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ഡാറ്റീവ്. ഓക്കെ, അടുത്ത പരീക്ഷയിലാണ് നീന അവളുടെ ഫ്രണ്ടിനു വേണ്ടി കേക്ക് ഉണ്ടാക്കി. നീന ബാക്ക്ഡ് ഇയറം ഫ്രോയിൻഡ് ഐനൻ കുഹൻ. ഓക്കെ, ഇവിടെ ഇയറം ഫ്രോയിൻഡ് എന്നുള്ളതാണ് ഡാറ്റീവ് കേസ്. ഐനൻ കുഹൻ എന്ന് പറയുന്നത് അക്യുസാറ്റീവ് കേസാണ്. ഇയറം ഫ്രോയിൻഡ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്? ഡാറ്റീവ് ആയതുകൊണ്ട് ദർ ഫ്രോയിൻഡ് എന്നുള്ളത് ഇയറം ഫ്രോയിൻഡ് എന്ന് വന്നു. അടുത്തത് ഐനൻ കുഹൻ എന്ന് പറയുന്നത് ദർ കുഹൻ എന്നുള്ളത് അക്യുസാറ്റീവ് ആയതുകൊണ്ട് ഐനൻ കുഹൻ എന്ന് വന്നു. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് അന്ന ടീച്ചർക്ക് ഒരു പെൻ വാങ്ങിച്ചു കൊടുത്തു. അന്ന കൗഫ്റ്റ് ദ ലേററിൻ ഐനൻ കൂലി. ഓക്കെ, ദർ ലേററിൻ എന്നുള്ളത് ഡാറ്റീവും ഐനൻ കൂലി എന്ന് പറയുന്നത് അക്യുസാറ്റീവുമാണ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഡാറ്റീവ് കേസ്. വളരെ എളുപ്പമാണ്. സബ്ജക്റ്റും വെർബും വരും, അത് കഴിഞ്ഞ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരും, അതായത് ഡാറ്റീവ്, അത് കഴിഞ്ഞ് അക്യുസാറ്റീവ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റും വരും. ഇനി അടുത്തത് ഡാറ്റീവ് സ്പെഷ്യൽ വെർബാണ്. അതായത് ഡാറ്റീവ് കേസുകളിൽ മാത്രം ഈ വെർബ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സെൻറ്റൻസിൽ ഈ വെർബുകൾ വരുവാണെങ്കിൽ അത് ഡാറ്റീവ് കേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡാറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ വെർബാണെന്ന് നോക്കാം. അപ്പോൾ ആ വെർബ് നമ്മൾ എല്ലാം ഓർത്തിരിക്കാനായിട്ട് ഒരു ടിപ്പുണ്ട്. അതായത് PHD G4AS4 എന്ന് പഠിച്ചാൽ മതി. PHD G4ASV എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ പാസൻ എന്ന് പറഞ്ഞാൽ ടു ഫിറ്റ്, ടു സ്യൂട്ട്, ടു മാച്ച്, അതൊക്കെയാണ് മീനിങ് വരുന്നത്. അടുത്തതാണ് ഹെൽഫൻ എന്ന് പറഞ്ഞാൽ ടു ഹെൽപ്പ്. അടുത്തത് ഡാങ്കൻ, ടു ടാങ്ക്. അടുത്തത് ഗഫാലൻ, ടു ലൈക്ക്. ഗഹ്യോറൻ, ബിലോങ്. ഗ്രാറ്റുലീറൻ, ടു കൺഗ്രാറ്റുലേറ്റ്. ഗ്ലൗബൻ, ടു ബിലീവ്. അൺവോട്ടൻ, ടു ആൻസർ. ഷ്മെക്കൻ, ടു ടേസ്റ്റ്. ഫെട്രൗവൻ, ടു ട്രസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് വെർബുകൾ വരുന്നത്. ഈ വെർബുകളൊക്കെ ഒരു ഡാറ്റീവ് സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ അത് ഡാറ്റീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡാറ്റീവ് കേസാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നൊമിനാറ്റീവ് കേസും അക്യുസാറ്റീവ് കേസിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കയറി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചോസ്.